ഗുണ്ടാബന്ധമുള്ള പോലീസുകാരെ സംരക്ഷിച്ച ആഭ്യന്തര വകുപ്പ്. ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിച്ച ഡിവൈഎസ്പിമാർക്കെതിരായ നടപടികൾ വെറും പ്രഹസനമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഡിവൈഎസ്പിമാരായ KJ ജോൺസൺ, പ്രസാദ് എന്നിവർക്കാണ് ഈ സർക്കാർ സംരക്ഷണം നൽകുന്നത്. അന്ന് ഈ അന്വേഷണത്തിൽ ഗുണ്ടാബന്ധം തെളിഞ്ഞിട്ടും കടുത്ത നടപടികളില്ല. ഗുണ്ടാബന്ധം തെളിഞ്ഞാൽ കടുത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതൊക്കെ ഒരു ജലരേഖയാകുന്ന ഒരു കാഴ്ച. 2023 ജനുവരിയിലാണ് ഗുണ്ടാ സംഘങ്ങളുമായും റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുമായും ബന്ധം പുലർത്തിയതിന് 2 ഡിവൈഎസ്പിമാരെ സസ്പെൻഡ് ചെയ്തത്. ഡിവൈഎസ്പിമാരായ AJ ജോൺസൺ, പ്രസാദ് എന്നിവർക്കായിരുന്നു സസ്പെൻഷൻ. ഇന്റലിജൻസ് നൽകിയ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാരിന്റെ നടപടി. എന്നാൽ 2024 ഇവർ തിരികെ സർവീസിൽ പ്രവേശിച്ചു. തുടർന്നാണ് ഇപ്പോൾ ഇവർക്കെതിരായ നടപടികൾ പ്രഹസനമാക്കി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ആകെ ഇൻക്രിമെന്റ് തടഞ്ഞത് മാത്രമാണ് ഇവർക്കെതിരെ സ്വീകരിച്ച നടപടി. ഇരുവരും കുറ്റം ചെയ്തെന്ന് കൃത്യമായി ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡിവൈഎസ്പി ജോൺസൺ സ്വന്തം മകളുടെ ബർത്ത്ഡേ പാർട്ടി തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ നടത്തിയ ശേഷം ഗുണ്ടാ നേതാവിനെ കൊണ്ട് ബില്ലടപ്പിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ ജോൺസൺ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ഈ ഉത്തരവിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്ന് അറിഞ്ഞിട്ടും നിരന്തരം ഇവരുമായി ഫോണിൽ ഡിവൈഎസ്പിമാർ സംസാരിച്ചെന്നും ഉത്തരവിൽ പറയുന്നു. ഇത്രയും ഗൗരവമുള്ള വിഷയത്തിലാണ് നടപടി, പക്ഷേ ചെറിയ രീതിയിൽ ഒതുക്കിയത്. ഗുണ്ടാബന്ധം തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥർ സേനയിൽ കാണില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം കൂടിയാണ് ഇവിടെ പൊളിയുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.